ഇത് തിരുവനന്തപുരത്തെ ഏറെ പ്രസിദ്ധമായ ആമേഴഞ്ചാൻ തോടിൻ്റെ തീരമാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ ഊളിയിട്ട് പോകുന്ന മത്സ്യങ്ങളൊന്നും തനത് മത്സ്യയിനമല്ല, മറിച്ച് സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന സക്കർമോത്ത് ക്യാറ്റ്ഫിഷ് എന്ന ഇനം മത്സ്യമാണ്. ഇതുകൊണ്ട് തന്നെ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ഒരു കാലത്ത് തനത് മത്സ്യ ഇനങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു നമ്മുടെ നദിയും പുഴയും തോടും കുളങ്ങളുമൊക്കെ. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ചില്ലുഭരണികളിലും അക്വേറിയങ്ങളിലും ചേക്കേറിയ വിദേശ അലങ്കാര മത്സ്യങ്ങൾ പിന്നീട് നമ്മുടെ ജലാശയങ്ങളും നിശബ്ദമായി കീഴടക്കി. ഈ കാണുന്ന മത്സ്യം സൗത്ത് അമേരിക്കയിലെ ആമസോൺ നദിയിൽ കണ്ടുവരുന്ന സക്കർമൗത്ത് ക്യാറ്റ്ഫിഷാണ്. കുറച്ചു കാലങ്ങളായി നമ്മുടെ ജലാശയങ്ങളിൽ ഇവ പൂർണ്ണമായിട്ടും ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവയ്ക്ക് ഇരപിടിയന്മാരില്ല എന്നുള്ളതാണ്, പ്രിഡേറ്റേഴ്സ് ഇല്ല. തെക്കൻ അമേരിക്കയിലെ പ്രധാന ജലാശയങ്ങളിലൊക്കെ തന്നെ ചീങ്കണ്ണികൾ നിറയെ ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ പക്ഷികളുണ്ടാവും ഈ മത്സ്യങ്ങളെ പിടിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ വംശവർദ്ധനവും പെട്ടെന്ന് വരികയും ചെയ്യും. ഈ അധിനിവേശ മത്സ്യം ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. മാലിന്യക്കൂമ്പാരമായി മാറിയ ആമയിഴഞ്ചാൻ തോടും മറ്റ് നദികളും തോടുകളും തനത് മത്സ്യ ഇനങ്ങൾക്ക് മരണമണി മുഴക്കുമ്പോൾ സക്കർമോത്ത് ക്യാറ്റ്ഫിഷുകൾക്ക് ഇത് വംശവർദ്ധനവിൻ്റെ ആവാസ വ്യവസ്ഥയാണ്. എത്ര മലിനമായ ജലത്തിലും ഇവയ്ക്ക് വളരാം. ശ്വസനാവയവങ്ങളുടെ പ്രത്യേകത കൊണ്ട് വെള്ളം കുറവാണെങ്കിലും അത് ജീവിക്കും. ഇതൊരു ഇരപിടിയൻ മത്സ്യം അല്ല. ഈ മത്സ്യം സ്വാഭാവികമായിട്ട് കഴിക്കുന്നത് ആൽഗകളും അതുപോലെ തന്നെ ഡിട്രൈറ്റസുമാണ്, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന അഴുക്കുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റ് മത്സ്യങ്ങളുടെ മുട്ടയും കൂടി ഇതിൻ്റെ കൂടെ ഈ മത്സ്യങ്ങൾ കഴിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുമാത്രമല്ല, ഇത് പെട്ടെന്ന് വംശവർദ്ധന നടത്തുമ്പോൾ മറ്റ് മത്സ്യങ്ങൾക്ക് ജീവിക്കാനുള്ള സ്പേസ്, അതിന് പ്രജനനം നടത്താനുള്ള സാഹചര്യം, ഇതൊക്കെ ഇത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അരയടിയും ഒരടിയും വലിപ്പമുള്ള ഇത്തരം മീനുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവയുടെ വംശവർദ്ധനവ് ജലാശയങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ആകെ തകിടം മറിക്കുമെന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ എങ്ങനെ നീക്കം ചെയ്യാമെന്നും പഠനം നടന്നിരുന്നു. കാര്യഗൗരവം ഇപ്പോഴും മനസ്സിലാകാത്തതിനാൽ സർക്കാർ തലത്തിൽ ഇതുവരെയും ഈ വിഷയം ചർച്ചയായിട്ടില്ല. ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം കാണാവുന്ന ഒന്നല്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാ നദികളിലും, പ്രത്യേകിച്ച് കേരളത്തിലെ പല നദികളിലും ഇത്തരത്തിൽ അക്വേറിയം ഫിഷുകളായി വന്ന് പിന്നീട് നദികളൊക്കെ കയ്യേറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ക്യാമറമാൻ മുരുകനോടൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഗോകുലെ, ഈ വിദേശ ഇനം സസ്യങ്ങൾ, ഇതേപോലത്തെ മത്സ്യങ്ങൾ, അതൊക്കെ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ പലർക്കും അറിയണമെന്നില്ല. അതിനെക്കുറിച്ചാണ് ഗോകുൽ ഇപ്പോൾ സംസാരിച്ചത്. അത്ഭുതപ്പെടുത്തിയത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ആമയിഴഞ്ചാൻ തോടിന് ഒരു മാറ്റവും ഇല്ല. പൂജ, തീർച്ചയായും പൂജ, ഇതിലേക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 2018 പ്രളയത്തിൽ 20 ലക്ഷത്തോളം ഇത്തരത്തിൽ അക്വേറിയം മത്സ്യങ്ങൾ നമ്മുടെ ജലാശയങ്ങൾ ചേക്കേറിയെന്നുള്ള ഒരു കണക്കുണ്ട്. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ള ഒരു പഠനം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ആമയിഴഞ്ചാൻ തോടൊക്കെ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വലിയ രീതിയിൽ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് മുൻപത്തെ പഠനത്തിലൊക്കെ തനത് മത്സ്യങ്ങളെ ധാരാളമായിട്ട് അവർക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു, അഥവാ കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ ഇത്തരത്തിൽ തനത് മത്സ്യങ്ങളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതൊക്കെ തന്നെ ഈ സക്കർമോത്ത് ക്യാറ്റ്ഫിഷുകൾ തിന്ന് ഒടുക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ തത്സമയം സെഗ്മെൻറ്റുകളിൽ സാധാരണമായിട്ട് കൊടുക്കുന്ന കൗതുകകരമായ വാർത്തകൾക്കപ്പുറത്തേക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ കൂടെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോൾ. ആ ഒരു സമയത്ത് എടുത്തു പറയേണ്ടത് ഇത് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള മത്സ്യങ്ങൾ, ആഫ്രിക്കൻ വാള, ആഫ്രിക്കൻ മുഷി, അതുപോലെ തന്നെ മലേഷ്യൻ വാള, ഇങ്ങനെ പലതരത്തിലുള്ള മത്സ്യങ്ങൾ, പിന്നെ അലിഗേറ്റർ ഗാർ, അങ്ങനെ ഈ നമുക്ക് ഒരു കാലത്ത് കൗതുകമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൗതുകമല്ല. പലയിടത്തും നമ്മുടെ പുഴകളിലും നദികളിലും തോടുകളിലും ഒക്കെ ഈ മത്സ്യങ്ങൾ കയ്യേറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് സ്വാഭാവികമായിട്ടും തനത് മത്സ്യ ഇനങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. തീർച്ചയായും ഗോകുൽ, ഒരു പക്ഷേ ഇതിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാത്ത, അല്ലെങ്കിൽ പലർക്കും ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള വിവരമൊക്കെ നമുക്കുണ്ടാകും. അതിനെക്കുറിച്ച് കൂടിയാണ് ഗോകുൽ പറഞ്ഞത്. ഇടയ്ക്ക് കൂടി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടിന് യാതൊരു ശാപമോക്ഷവും മാലിന്യത്തിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമായി തന്നെ അവിടെ നിൽക്കുകയാണ്. ശരി ഗോകുൽ.